പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി കവലയിലാണ്. പുതുപ്പള്ളിയിൽ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പുതുപ്പള്ളിയിലെ ലയൺസ് ക്ലബ്ബ് ഇന്ന് അശരണർക്ക് ഒരു കൈത്താങ്ങായിട്ട് ഒരു ക്ലോത്ത് ഷെൽഫ് പുതുപ്പള്ളി സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഉദ്ഘാടനം നടത്തുന്നത് പുതുപ്പള്ളിയിലെ ബഹുമാനപ്പെട്ട MLA ചാണ്ടിയുമ്മനാണ്. അപ്പോൾ നമുക്ക് അതിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇന്നലെ രാത്രി ഞാൻ കോട്ടയത്തിന് പോകുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. പുതുപ്പള്ളി കവലയിലെ പ്രധാനപ്പെട്ട ബസ് സ്റ്റോപ്പിൽ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ഷെൽഫ് ഉണ്ടാക്കുന്നു. ഇത് പുതുപ്പള്ളി കവലയിലെ പ്രധാനപ്പെട്ട ബസ് സ്റ്റോപ്പാണ്. കോട്ടയത്തിന് പോകാനുള്ളവരെല്ലാം ഇവിടെ നിന്നാണ് ബസ് കയറുന്നത്. ഇവിടെയാണ് പുതുപ്പള്ളിയിലെ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരു ക്ലോത്ത് ഷെൽഫ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ബസ് സ്റ്റോപ്പിനുള്ളിൽ തന്നെയാണ്, ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് തന്നെയാണ്. ലയൺസ് ക്ലബിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് അവരോടൊപ്പം നമ്മളും എന്ന മുദ്രാവാക്യമാണ്. കാരണം ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് സാധാരണക്കാർക്കാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ധാരാളം വസ്ത്രങ്ങൾ ഉപയോഗിച്ചതും അല്ലാത്തതും പുതിയതും മേടിച്ചതും അങ്ങനെ ഉപയോഗിക്കാത്തതുമായിട്ടുള്ള ധാരാളം വസ്ത്രങ്ങൾ വീടുകളിലൊക്കെ വെറുതെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇത് ഇവിടെ കൊണ്ട് ഈ ഷെൽഫിൻ്റെ അകത്ത് കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ ഒരു സാധാരണപ്പെട്ട ആൾക്കാർക്ക് അത് ഉപയോഗപ്രദമാക്കാം. മിക്കവർക്കും അറിയത്തില്ല ഇങ്ങനെ ഒരു വസ്ത്രങ്ങളൊക്കെ നമുക്ക് പാവപ്പെട്ടവർക്കൊക്കെ കൊടുക്കാം, അവർ മേടിക്കുവോ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു കൺഫ്യൂഷനിലാണ്. അപ്പം ഇതിന് ഏറ്റവും നല്ലൊരു പ്രയോജനപ്രദമായ ഒരു പദ്ധതിയാണ് ലയൺസ് ക്ലബ്ബ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുപോലെ നമ്മുടെ കോട്ടയം കളക്ടറേറ്റിന് അവിടെയും അതുപോലെ പുതുപ്പള്ളി സെന്റ് ജോർജ് സ്കൂളിലും എല്ലാം ഇതുപോലെ ഒരു ഷെൽഫ് വെച്ചിട്ടുണ്ട്. അപ്പം പുതുപ്പള്ളി കവലയിലാണ് ലയൺസ് ക്ലബ്ബ് വെച്ചിരിക്കുന്നത്. ധാരാളം തുണി എല്ലാം ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. വരുന്നവർക്കെല്ലാം ഇതെടുക്കാം. അതുപോലെ നമുക്ക് വീടുകളിലിരിക്കുന്ന വസ്ത്രങ്ങൾ ഇവിടെ കൊണ്ടുപോയി വെക്കുകയും ചെയ്യാം. അത് നിരവധി സാധനങ്ങൾ നമുക്കിവിടെ വെക്കാൻ വേണ്ടി അവരിത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വീട്ടിൽ വലിയ ഉപയോഗം ഇല്ലാതിരിക്കുന്ന ഒത്തിരി സാധനങ്ങളുണ്ട്. നമുക്ക് ലയൺസ് ക്ലബിൻ്റെ ഭാരവാഹികളാണ് അവർ. ഇന്നലെ തൊട്ട് ഇതിൻ്റെ പ്രവർത്തനത്തിലാണ്. ഇതാണ് ബസ് സ്റ്റോപ്പ് തന്നെയാണ് ഇവിടെ. ഉദ്ഘാടനത്തിന് വേണ്ടി പുതുപ്പള്ളി MLA ചാണ്ടിയുമ്മൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ
സേവന സന്നദ്ധ സംഘടനയായ ലയൺസ് ക്ലബ് ഇൻ്റർനാഷണലിൻ്റെ പുതുപ്പള്ളി കേന്ദ്രീകരിച്ച് നടത്തുന്ന ലയൺസ് ക്ലബ് പുതുപ്പള്ളിയുടെ ഈ വർഷത്തെ സേവന പദ്ധതിയാണ് അവരോടൊപ്പം നമ്മളും എന്നുള്ളത്. ഈ പദ്ധതിയെപ്പറ്റി ഒരു ചെറിയ സൂചന നിങ്ങൾക്ക് തരികയാണ്. നമ്മുടെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കാത്ത എന്നാൽ നല്ല വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ പല വസ്തുക്കളും നമ്മുടെ വീടുകളിൽ വെറുതെ നശിച്ചു പോകുന്നുണ്ട്. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എടുത്ത് ഉപയോഗിക്കുവാനും പലർക്കും ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് താല്പര്യമുണ്ട്. പക്ഷേ അത് എങ്ങനെ കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, ആർക്കും കൊടുക്കണം എന്നൊന്നും അറിയില്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയൊരു പദ്ധതിയായിട്ടാണ് ഈ അവരോടൊപ്പം നമ്മളും എന്നുള്ള ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഇവിടെ ഒരു ക്ലോത്ത് ഷെൽഫ് സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ ഉള്ള അതുപോലെ പൊതുജന സഹകരണത്തോടെ എല്ലാ വീടുകളിൽ നിന്നും ഇവിടെ വന്ന് വെക്കുവാൻ വസ്ത്രങ്ങൾ, മറ്റു വസ്തുവകൾ ഇവിടെ കൊണ്ട് വെക്കുകയും അത് ആവശ്യക്കാരെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. നമ്മുടെ ഈ പദ്ധതിക്ക് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA ചാണ്ടി ഉമ്മൻ പ്രത്യേകമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട MLA ചാണ്ടി ഉമ്മനെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ലയൺസ് ക്ലബിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, അതുപോലെ തന്നെ മറ്റ് ഭാരവാഹികൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇവിടെ ലയൺസ് ക്ലബിൻ്റെ വലിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ക്ലോത്ത് ഷെൽഫ് സ്ഥാപിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ ചാപ്റ്റർ ഇറ്റലി തുടങ്ങിയിട്ടുണ്ട്. ഇറ്റലി തുടങ്ങിയപ്പം ലയൺസ് ക്ലബിൻ്റെ അവിടുത്തെ ലോക്കൽ ചെയർമാൻ വന്നിട്ടാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ലയൺസ് ക്ലബിനെ കുറിച്ച് അന്ന് തന്നെ എനിക്കൊരു ധാരണയുണ്ടെങ്കിൽ അന്ന് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, 350 മില്യൺ ആൾക്കാരെ സഹായിക്കുന്ന സംഘടനയാണ് ലോകവ്യാപകമായി. അപ്പോൾ തീർച്ചയായിട്ടും അത് ഏറ്റവും താഴെ തട്ടിൽ ആൾക്കാരെ സഹായിക്കുവാനുള്ള ശ്രമം നടത്തുന്ന സംഘടനയാണെന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ്. കാരണം ഇവിടെ ഒരു ക്ലോത്ത് ഷെൽഫ്, അത് ആൾക്കാർക്ക് കൊണ്ട് സാധനം വെക്കുവാനും അതുപോലെ തന്നെ ആവശ്യക്കാർക്ക് ആരും അറിയാതെ തന്നെ എടുത്തുകൊണ്ട് പോകാനും ഒക്കെ ഉള്ള ഒരു ക്ലോത്ത് ഷെൽഫ് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തെ കരുതുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഞാനിത് എടുക്കുകയാണ്. ലയൺസ് ക്ലബിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ഞാൻ അർപ്പിക്കുകയാണ്. ഇന്ന് ഇവിടെ വരുവാനും ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനും സാധിച്ചു. പ്രത്യേകിച്ച് ഇവിടെ നമുക്കറിയാം ഒത്തിരി ആൾക്കാർ തങ്ങളുടെ ആവശ്യം പുറത്തു പറയാറില്ല. പുറത്തു പറയാത്തവരുണ്ട് ഒത്തിരി പേര്. എൻ്റെ പിതാവ് എപ്പോഴും അങ്ങനെയുള്ളവരെയാണ് കരുതിക്കൊണ്ടിരുന്നത്. ഏറ്റവും ആവശ്യക്കാരവര് അവർക്ക് പുറത്തു പറയാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ അവരുടെ സാഹചര്യം അങ്ങനെ. ഇവിടെ അങ്ങനെയുള്ളവർക്കൊക്കെ സഹായം ആരും അറിയാതെ ചെയ്യുവാൻ ലയൺസ് ക്ലബ്ബ് ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവിധ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ഭാരത്.
ഇതുകൊണ്ട് മനസ്സിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങളും എല്ലാം ഇവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് എടുക്കാം. ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷേ ദയവ് ചെയ്ത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് വലിച്ചു വാരിയിടരുത്. പല സ്ഥലങ്ങളിലും ഇതുപോലെ ഷെൽഫുകൾ സ്ഥാപിച്ചിട്ട് ആൾക്കാർ വന്ന് വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ട് വലിച്ചു വാരി താഴെ ഇട്ടിട്ട് പോകുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും അത് ചെയ്യരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിൽ നിന്ന് എടുക്കുക. അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ തിരിച്ചു മടക്കി വെക്കുക. ഈ ഷെൽഫിനുള്ളിൽ വിൽക്കുന്ന സാധനങ്ങളുടെ എല്ലാം ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുപോയി വെക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇവിടെ നിന്ന് എടുക്കാം. കുഞ്ഞെ നോക്കണ്ട, കാക്കി ഷർട്ട് ഇല്ല. കുഞ്ഞ് കാക്കി ഇട്ടിട്ടേ ഇല്ലല്ലോ. കുഞ്ഞ് കവർ കൊണ്ടുവന്നോ നോക്കിയാ.